സർക്കാർ നൽകുന്ന ശമ്പളത്തിന് പുറമെ പാവങ്ങളെ പിഴിഞ്ഞ് കൈക്കൂലി വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ നടുവൊടിച്ചു വിടണമെന്ന് വ്യക്തമാക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കൈക്കൂലി നൽകാതെ ജനങ്ങൾക്ക് സേവനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് ജനപ്രതിനിധികളെന്നും ജാഗ്രത പുലർത്തേണ്ടതെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ അദ്ദേഹം ആഞ്ഞടിച്ചത്. മാത്രമല്ല, കേന്ദ്ര ബഡ്ജറ്റിൽ ആദായ നികുതിയിൽ നൽകിയ ഇളവ് കേരളത്തിലുള്ളവർക്കും ബാധകമാണ്. എന്നാൽ കേരളത്തിന് ഒന്നുമില്ലെന്നാണ് ചിലർ പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സിറ്റിസൺ ബഡ്ജറ്റാണിത്. എല്ലാ ജില്ലാ ആശുപത്രികളിലും വികസനം എത്തിക്കുന്ന പദ്ധതിയും ഇതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തുന്ന എല്ലാ രോഗികൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും 50 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഷ്ടമുടിക്കായൽ വിനോദസഞ്ചാര പദ്ധതി അടക്കം 2 പദ്ധതികൾ കേരളത്തിലുണ്ടെന്നുമാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. അതേസമയം നെയ്യാറ്റിൻകര ഗോപൻസ്വാമിയുടെ കുടുംബത്തിന്റെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവരുടെ ഉപജീവന മാർഗമായി 2 പശുക്കളെ നൽകുമെന്നും ഇക്കഴിഞ്ഞ നാളിൽ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. നേരത്തെ തന്നെ 2 പശുക്കൾ ഉണ്ടായിരുന്നുവെന്നും സാമ്പത്തിക മാന്ദ്യത്തിൽ അത് വിറ്റെന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് സുരേഷ് ഗോപി അവർക്ക് 2 പശുക്കളെ വാങ്ങി നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നതെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അതേസമയം നെയ്യാറ്റിൻകര ഗോപന്റെ മരണത്തെ ഉപജീവന മാർഗമായി കാണില്ല എന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു. കുടുംബം പറയുന്നത് ഇങ്ങനെയാണ്: സമാധി ഭക്തമാർഗമാണ്, ഉപജീവന മാർഗമല്ല. 2019 ഗോപൻസ്വാമി ട്രസ്റ്റ് രൂപീകരിച്ചു. ഈ ട്രസ്റ്റിന്റെ വക സ്ഥലം കൈമാറ്റം ചെയ്യാനോ വായ്പ കൊടുക്കാനോ പാടില്ല എന്ന് ഗോപൻസ്വാമി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മാർക്കറ്റ് ചെയ്യാനാണ് എന്ന വാർത്തകളിൽ കുടുംബത്തിനേറെ വിഷമമുണ്ടെന്നും കുടുംബം പ്രതികരിക്കുകയാണ്. സമാധിയിൽ വരുന്ന വരുമാനം കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കില്ലെന്നും അധ്വാനിച്ച് ജീവിക്കാനാണ് തീരുമാനിച്ചതെന്നും കുടുംബം വ്യക്തമാക്കുകയാണ്. അതേസമയം നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ ഇക്കഴിഞ്ഞ നാളിൽ പുറത്തു വന്നിരുന്നു. അതായത് ഗോപന് നിരവധി അസുഖങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ലിവർ സിറോസിസും വൃക്കകളിൽ സിസ്റ്റ് അടക്കം കണ്ടെത്തിയിരുന്നു. ഹൃദയധമനികളിൽ 75% ബ്ലോക്ക് ഉണ്ട്. മുഖത്തും മൂക്കിലും തലയിലുമായി 4 ചതവുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇത് മരണത്തിന് കാരണമായിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, രാസപരിശോധന ഫലം വന്നാൽ മാത്രമേ മരണത്തിന്റെ കാരണം നിർവചിക്കാനാകൂ എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയാണ്. ജനുവരി 9 ഗോപൻസ്വാമി മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം സമാധി ഇരുത്തിയെന്നായിരുന്നു മക്കൾ വ്യക്തമാക്കിയത്. എന്നാൽ ഈ മരണത്തിൽ സംശയം ഉന്നയിച്ച് നാട്ടുകാരടക്കം പരാതി നൽകുകയായിരുന്നു. അവിടെ അമ്പലം പണിയുമെന്നും ഉത്സവം നടത്തുമെന്നുമൊക്കെയായിരുന്നു മക്കൾ വ്യക്തമാക്കിയത്. ഇതോടെ ഹൈക്കോടതി അടക്കം ഈ സംഭവത്തിൽ ഇടപെട്ടു. തുടർന്ന് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തുകയായിരുന്നു. എന്നാൽ കല്ലറയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് ചുറ്റും ഭസ്മവും പൂജാദ്രവ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഹൃദയഭാഗം വരെ പൂജാദ്രവ്യങ്ങൾ നിറച്ച നിലയിലായിരുന്നു. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ഇതിന് പിന്നാലെ വീണ്ടും അദ്ദേഹത്തെ മഹാസമാധിയായി ഇരുത്തുകയായിരുന്നു. അതേസമയം തലയിൽ കരുവാളിച്ച പാടുകളടക്കം ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നു. ശ്വാസകോശത്തിൽ ഭസ്മം നിറഞ്ഞതായി കണ്ടത് മക്കൾ സമാധി സ്ഥലത്ത് ഇരുത്തിയപ്പോൾ ഉള്ളതായിട്ടും സംശയങ്ങൾ ഉണ്ടായിരുന്നു. മരണത്തിൽ നാട്ടുകാർ ദുരൂഹത ഉന്നയിച്ചതോടെ മക്കൾ സ്ഥാപിച്ച സമാധി കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു. നെഞ്ചുവരെ കർപ്പൂരവും ഭസ്മവും സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയതിന് പിന്നാലെ മുഖത്തും തലയിലും കളഭം ചാർത്തിയാണ് മക്കൾ ഗോപനെ കല്ലറയിൽ ഇരുത്തിയത്. ജനുവരി 9 സ്വർഗവാതിൽ ഏകാദശി ദിവസം പിതാവിന്റെ ആഗ്രഹപ്രകാരമാണ് സമാധി ഇരുത്തിയെന്നായിരുന്നു മക്കൾ വെളിപ്പെടുത്തിയത്. ഇതോടെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും പിന്നാലെ വൻ വിവാദം തലപൊക്കുകയുമായിരുന്നു. തുടർന്ന് കുടുംബം കോടതിയെ സമീപിച്ചു. സമാധിയുമായി ബന്ധപ്പെട്ട 41 ദിവസത്തെ പൂജകളുണ്ടെന്നും കല്ലറ പൊളിക്കാൻ അനുവദിക്കരുത് എന്നായിരുന്നു കുടുംബം ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതൊക്കെ കോടതി തള്ളിക്കൊണ്ട് കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്. എന്നാൽ ഈ മരണത്തിൽ മറ്റ് ദുരൂഹതകളൊന്നും ഇല്ല എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇപ്പോൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.